ചിരിക്കുമ്പോൾ പല്ലൊക്കെ കാണിച്ചിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കട്ടപ്പല്ലും പൊന്തിയ പല്ലൊക്കെ കാരണം ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഞാൻ ഈ പ്രായത്തിൽ വല്ല അലൈനസിനും ഡെന്റൽ ബ്രേസസിനൊക്കെ പോയാലോ? ഭയങ്കര പൈസയായിരിക്കും ഇതിനൊക്കെ. പിന്നെ ഇടയ്ക്കൊക്കെ ഡോക്ടറിനെ കാണേണ്ടി വരും. ഇപ്പം വേദന ഉണ്ടാവും. അല്ല, ഇങ്ങനത്തെ പല്ലാണ് എൻ്റെ സിഗ്നേച്ചർ. പിന്നെ ഞാനെന്തിനാ മാറ്റുന്നത്? ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം പല്ലിൽ കമ്പിയിട്ടപ്പോൾ അത് ഊരിയപ്പോൾ തന്നെ പല്ലൊക്കെ അതേപടി വന്നില്ലേ? ഡോക്ടർ കൂടിയില്ലായിരുന്നു. ഇങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഡോക്ടർ ഐശ്വര്യ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ തരത്തിലുള്ള ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഓർത്തോഡോണ്ടിക്സിൽ താടിയെല്ലുകൾ അടയ്ക്കുമ്പോൾ മുകളിലെയും താഴത്തെയും പല്ലുകൾ തമ്മിൽ വരുന്ന ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു അപൂർണ സ്ഥാനത്തെയാണ് മാലക്ലൂഷൻ എന്ന് പറയുന്നത്. പല തരത്തിലുള്ള മാലക്ലൂഷൻസ് ആണ് ഉള്ളത്. പല്ലുകൾ ഇരിക്കേണ്ട മോണയുടെ സ്ഥലങ്ങളിലോ എല്ലുകളിലോ വേണ്ടത്ര സ്ഥലം ഇല്ലാത്തതിനാൽ വരുന്ന പല്ലുകളൊക്കെ തിങ്ങി വരുന്നു. പിന്നെ ഒരു പല്ല് വേറൊരു പല്ലിനെ ഓവർലാപ്പ് ചെയ്യുന്നു, റൊട്ടേഷൻ വരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ ക്രൗഡിംഗ് എന്ന് പറയുക. അതേപോലെ പല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ്, പൊന്തിയ പല്ല്, ആഴ്ന്ന പല്ലുകൾ, ഇതൊക്കെയാണ് മാലക്ലൂഷനിൽ പെടുന്നത്. നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ നോക്കാം. ആദ്യത്തേത് ജനിതകമായിട്ട് കിട്ടുന്നത്. പിന്നെ പാരമ്പര്യമായിട്ട് വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഇങ്ങനത്തെ മാലക്ലൂഷൻസ് ഉണ്ടെങ്കിൽ, ഇനി നമ്മുടെ ഹാബിറ്റ്സ് കാരണം, അതായത് വായ തുറന്നുറങ്ങുക, പിന്നെ നാക്കും കൊണ്ട് മുന്നിലത്തെ പല്ല് തള്ളുക, ഇങ്ങനത്തെ ശീലം ചെറുപ്പം മുതലേ ഉണ്ടെങ്കിൽ, കളിക്കുന്നതിനിടയിലോ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയാലോ പല്ലിനും എല്ലിനും ഏൽക്കുന്ന ക്ഷതം കാരണം വരും. പിന്നെ താടിയെല്ലുകൾ വലിപ്പത്തിനനുസരിച്ച്, അതായത് ചിലപ്പോൾ താടിയെല്ലുകൾ വലുതായിരിക്കാം, ചെറുതായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ നോർമലി കാണുന്ന റീസൺസ്. കേവല സൗന്ദര്യത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ നിത്യ ജീവിതത്തെയും കൂടി ഇത് ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞത്? നമ്മൾ ക്രൗഡിങ് ആയിട്ടുള്ള പല്ലുകളുള്ളവർക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബ്രഷ് ചെയ്യുമ്പോൾ ബ്രിസിൽസ് ഒന്നും ആ സൈഡിൽ എത്തണമെന്നില്ല. അത് കാരണം കക്ക അടിയുകയും പിന്നെ അവർക്ക് മോണരോഗം ബാധിക്കും. പിന്നെ ആ മോണരോഗം പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് സിവിയർ ആവുകയാണെങ്കിൽ അത് നമ്മുടെ എല്ലുകളെയും ബാധിക്കാൻ തുടങ്ങും. അതേപോലെ എക്സസീവ് പ്രഷർ കാരണം ഒരു പല്ലിൽ മാത്രം കുറച്ചും കൂടെ ട്രോമ നടക്കാം, ഫ്രാക്ചറുള്ള സാധ്യതയുണ്ട്. അത് മാസ്റ്റിക്കേറ്ററി ഫംഗ്ഷനെ ബാധിക്കും. അതായത് ഭക്ഷണം ചവയ്ക്കുമ്പോൾ നമുക്കതങ്ങനെ കറക്റ്റായിട്ട് ഡൈജസ്റ്റ് ആവണമെന്നില്ല. തെറ്റായ കടി കാരണം നമ്മുടെ ജോയിൻറ്റ്, ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റ് എന്ന് പറയും, ഈ ജോയിൻറ്റിന് അവിടെ നമുക്കൊരു ട്രോമ വരും. അത് ആൻഡ് ബ്രേസസ് ചെയ്തതിന് ശേഷം റീറ്റെയിനർ ഇടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പല്ലിന് നമ്മൾ മാറ്റിയ പൊസിഷനിൽ റീറ്റെയിൻ ചെയ്ത് വെക്കലാണ് ഈ അപ്ലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഡിസ്കംഫർട്ട് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും എന്നൊക്കെ ചിന്തിക്കുന്നതാണെങ്കിൽ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അതായത് പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഉള്ളത്. അതേപോലെ നിങ്ങൾക്ക് എല്ലാവരും കാണില്ലേ, ചിരിക്കുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് വിസിബിൾ അല്ലേ എന്ന് വിചാരിക്കുകയാണെങ്കിൽ പല്ലിൻ്റെ അതേ തരത്തിലുള്ള സെറാമിക് ബ്രേസസ്, ക്ലിയർ അലൈനേഴ്സ്, ഇതൊക്കെ അവൈലബിൾ ആണ്. പേടിയായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്, അതായത് ആ ചെയറിലിരിക്കുമ്പോൾ തന്നെ പേടിയാണെന്നൊക്കെ പറയും. നമ്മൾ ഓരോ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പ്രൊസീജിയറിലേക്ക് കടക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ബ്രേസസിനെ പറ്റിയിട്ട് എന്നെ ഒന്ന് DM ചെയ്താൽ മതി. ശരിയാണ്, ടേക്ക് കെയർ.